ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഒരു 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം കുറച്ച് ക്ലീനിങ്ങും അതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ മരിച്ച 2 ദിവസമായിരുന്നു. അപ്പോൾ അവിടെ വരെ പോയ വിശേഷങ്ങളും പിന്നെ വീട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെച്ച് വരാനൊരു 2 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതിയേ. പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓർമ്മയുള്ള സമയത്ത് അങ്ങനെ ക്യാമറ എടുത്ത് പകർത്തിയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് ഇന്നത്തെ പണിയുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ബെഡ്റൂമിൽ വിരിച്ചിട്ടുള്ള ഒരു കംഫർട്ടാണ്. അപ്പോൾ അതും അതിൻ്റെ പില്ലോ കവറും എല്ലാം കൂടെ ഞാൻ ഇന്നലെ നൈറ്റിൽ സോക്ക് ചെയ്ത് വെച്ചാട്ടോ. നൈറ്റിൽ സോക്ക് ചെയ്തിട്ട് കുറച്ച് കയറി ചവിട്ടി. ഇനി ഇന്ന് കയറി ഒന്നായിട്ടൊന്ന് മെതിക്കാനുണ്ട്. നമ്പി ചവിട്ടാണ്ട് എന്തൊക്കെയാണ് അമ്പയ്ക്ക് സ്കൂൾ ഇന്നലെ അടച്ചു. ഇന്ന് തൊട്ടിട്ട് അമ്പയ്ക്ക് 10 ദിവസം ലീവ്. സിനുവിന് ക്ലാസ് ഉണ്ട് 12th ആയതുകൊണ്ട്. പിന്നെ വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു ഇതില്ലേ കവുങ്ങ്, അതിൽ മുഴുവനും ഇങ്ങനെ കായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോഴേക്ക് വലിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് പൂവിങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കാണ്ട് ഇതിൽ ഉണങ്ങിയ കുറേ ഇലകളും ഒക്കെ തങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോണി വെച്ചാൽ വൃത്തിയാക്കണം. നല്ലതാ. വൈകുന്നേരം ഞാൻ കുറച്ചിങ്ങനെ ഇത് അടിയിലുള്ളത് മാത്രമാണ് കേട്ടോ, ഇനിയും ഉണ്ട് കുറേ. അപ്പോൾ അതൊക്കെയാണ് പണി. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ബാഗെല്ലാം അങ്ങനെ സോപ്പ് പൊടിയിലിട്ട് ഇന്നലെ ഇന്നലെ രാത്രി ചെയ്തതായിട്ട് അത് ഞാൻ ബ്രഷ് ഇട്ടിട്ട് അലക്കിയെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണികൾ. ബാഗ് ഞാൻ നന്നായിട്ട് ഇതിൽ ബ്രഷൊക്കെ ഇട്ട് ഒരുക്കി കഴുകി കേട്ടോ. എന്നിട്ട് ചളി കാണിച്ചില്ല. ഇതൊന്ന് ഒലുമ്പി എടുത്താൽ മതി. മുടി കിട്ടാക്കി ചെളി ഇതെടുക്ക് കഴുകിയിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ. അതുപോലെ ഞാൻ അലക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തൊട്ടിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതൊന്ന് കയറി ചവിട്ടാൻ നമ്മളെ വൈകുന്നേരം കുടിക്കും. കുടിക്കേ കുളിക്കും. മേലെ കയറിയിട്ട് അപ്പോൾ അതായത് കോണി കയറി ഏകദേശമൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ട് നട്ടിട്ട് അതിൽ കൊഴിയുന്നതാണ്. ഓരോന്ന് വെച്ച് പിടിപ്പിക്കുന്നതല്ല, ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ആണ് ഏറ്റവും കൂടുതൽ പാട്. കാണാൻ നല്ല ഭംഗി. ഇത് വേണ്ടല്ലേ ഈ ഓല. അതൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നേരത്തോടെ ഉണ്ടായിരുന്ന ആ ഒരു വെട്ടിക്കളഞ്ഞു വൃത്തിയാക്കി. എന്താ ഇയാളെ ഒന്ന് പണിയാക്കാനുണ്ട്. പിന്നെ എടുത്തിട്ട് ഗേറ്റിലേക്ക് ഇടും. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. അമ്പലവയലിൽ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 3 ബസ് കയറി ഇറങ്ങാനുണ്ട്. കുറച്ച് ലോങ്ങാണ് കേട്ടോ. വയനാട്ടിൽ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ച് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാലൊരു പെൺപടയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഉമ്മച്ചിൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 10 പെൺകുട്ടികളും കസിൻസ് കേട്ടോ. 10 പെൺകുട്ടികളും ഒരു 3 ആൺകുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പെണ്ണുങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാലുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പായിട്ട് മെയിനായിട്ട് അത് തന്നെയാണ് അവിടെ ചെന്നാൽ. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തിയ സമയത്ത് പിന്നെ ജസ്ന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിന്നതാട്ടോ. ഇത് മാറ്റാം നമുക്ക്.
താത്ത ഫോൺ നോക്കിയാ അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ, വല്യുപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ എന്താ വല്യുപ്പയാണ് ഞങ്ങളെ ഓരോ മക്കൾ ജനിക്കുന്ന സമയത്ത് ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ ജനിക്കുന്ന സമയവും ഞങ്ങളെ നാളും എല്ലാം എഴുതി വെക്കും കേട്ടോ. ഉപ്പാക്ക് ഒരു ബുക്കുണ്ട്, ഒന്നും മറക്കാതെ അറബി മാസം ഇംഗ്ലീഷ് മാസം ഒക്കെ എഴുതി വെക്കും കേട്ടോ. പിന്നെ അന്നത്തെ ആ സമയത്ത് നമ്മൾ മത്സരമാണല്ലോ, അപ്പം ഞാൻ പറയായിരുന്നു വല്യപ്പാക്ക് ഏറ്റവും സ്നേഹം എന്നോടാണെന്നൊക്കെ. കാരണം ഉപ്പാക്കിൻ്റെ ചോറ് കഴിക്കുന്ന സമയത്ത് അരിയിൽ കുറച്ച് അവിടെ ബാക്കി വെക്കും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കി വെക്കും. ഉപ്പാരൊക്കെ എപ്പോഴും സ്പെഷ്യലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വല്യപ്പ ചോറ് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ പേരിരുന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പറയും ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാന്നൊക്കെ. ഇപ്പോൾ ഈ ആടിൻ്റെ സമയത്തും ആണ്ടാവാനായ സമയത്തും ഉപ്പാൻ്റെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, ഞങ്ങളെ മക്കൾക്കൊന്നും ഉപ്പാൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യമില്ല. പിന്നെ നന്നായിട്ട് അടിയും കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കാൻ പോയി നേരം വയ്യാലൊക്കെ നന്നായിട്ട് അടിയും കിട്ടുമായിരുന്നു. അതും എനിക്ക് ഓർമ്മയുണ്ട്. കാന്താരി മുളക്, ബീഫ് ഫ്രൈ, പിന്നെന്താ നല്ല പപ്പടം. ഇത് പിറ്റത്തെ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സിനൂട്ടിനെ സ്കൂളിലാക്കി വരുമ്പോൾ ഞാനൊരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലം കേക്ക്. അപ്പം എന്താ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് കേക്ക് കഴിക്കാമെന്ന് കരുതി. രാവിലെ തന്നെ അൺഹെൽത്തിയാണ്, എന്നാലും കേക്ക് കണ്ടപ്പോൾ ഒരു കൊതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്തയും ഒരു ഹസ്ബൻഡൊക്കെ കൂടെ വിറകെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അവർക്കൂടെ ചായ ഉണ്ടാക്കുക, ഒരുമിച്ച് കഴിക്കാമല്ലോ. എന്നാണ് രാവിലെ അങ്ങനെ ചായ കുടിക്കാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുന്നൊരു രസമാണ്. ഒറ്റയ്ക്ക് കുടിക്കുന്നതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കും ചായ ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ചായ കുടിച്ചിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ താത്ത എനിക്കൊരു കർമൂസ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കർമൂസ എന്ന് പറയും കേട്ടോ. ഒരുപാട് പേരുള്ളൊരു സാധനം അത്. അപ്പം ഞാനതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഉപ്പിലിട്ട് വെച്ചു. ബാക്കി എടുത്തിട്ട് ഞാൻ കറിയാക്കി കേട്ടോ. അപ്പോൾ കറി ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താത്ത അടുത്ത സ്പെഷ്യൽ കൊണ്ടുവരുന്നത്. നല്ല കപ്പ കോഴിക്കോട് നിന്ന് കേട്ടോ. അപ്പോൾ കറി അവിടെ സൈഡാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ചോറിന് കൂട്ടിയിട്ട് അതിനെ ചോറ് നോക്കുമ്പോൾ സുലയിച്ച അങ്ങനെ കപ്പപ്പുഴുക്ക് കൊണ്ടുവന്നു കേട്ടോ. ആമ്പളിക്ക് പറഞ്ഞത് പിന്നെ അവിടെ കഴിക്കുന്നുണ്ട്. കുറേ ദിവസം ഇങ്ങനെ മടി പിടിച്ച ദിവസങ്ങളായതുകൊണ്ട് മുഴുവനായിട്ട് പൊടി കയറിയിരിക്കും എല്ലാ സ്ഥലത്തും. ഇതൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗിയുണ്ട്, എനിക്കിത് കളയാൻ തോന്നാതെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. നല്ല ഷൈനിങ് ഉള്ള ഒരു ക്രിസ്റ്റൽ പോലെയുള്ളൊരു സംഭവം. വേറെ പേരുകളൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. ഇവിടെ ഒരു 2 ഫ്രെയിമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെച്ചുള്ളൊരു ഫ്രെയിമുണ്ട്, അത് ഞാനിങ്ങനെ എപ്പോഴും ഇവിടെ വെക്കും. ഇത് ഞാൻ ചെറുപ്പത്തേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാട്ടോ. ഈ മൈ ഓപ്പിയുടെ ഒരു പെർഫ്യൂം. ഭയങ്കര അടിപൊളി സ്മെല്ല് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് പൊട്ടിക്കാത്തൊരു ബോട്ടിലാട്ടോ. 30 ml ഒരു ബോട്ടിൽ. ഇത് ഭയങ്കര ഇഷ്ടമായി മൈ ഓപ്പിയുടെ പെർഫ്യൂം. അപ്പോൾ ഞാൻ വരുമ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇങ്ങനെയുള്ള ഷെൽഫ് ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനത്തെ ടാൽക്കം പൗഡർ നമ്മളെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാ പൊടി വരുന്നത് നല്ലതായിട്ട് ഇങ്ങനെ
ഈ ഒരു ഇതിൻ്റെ ഒരു പാർട്ടിക്കിൾ ഉണ്ടല്ലോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അഥവാ നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്യാനങ്ങനെ മറന്നുപോയി പിന്നെ പറയാൻ വേണ്ട. ഞാനിതിവിടെ വെക്കലേ ഇല്ല. ഇത് കുട്ടികളിങ്ങനെ കൊണ്ടുവെക്കുന്നത് അവിടെ. അത് ഇവിടെ നിന്ന് മാറ്റട്ടെ. ഉള്ളൊരു ചെറിയൊരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഞാൻ ഓർഗനൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ നൈറ്റിലൊക്കെ അപ്ലൈ കുറച്ച് സെറംസും ഇവിടെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഒരു ലിപ്സ്റ്റിക്കൊക്കെ. ഈ ഒരു ഡ്രോവർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രഷ്, ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതൊക്കെ ഞാൻ കാലിയാക്കി വെച്ചിട്ടുണ്ട്. വെച്ചാൽ കഴിഞ്ഞാൽ ഒരുപാട് വെക്കാനുണ്ടാവും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ബെഡ്റൂം മാത്രം കാണിക്കാം. അപ്പോൾ നമ്മൾ നല്ല അലക്കിയിട്ടായത് കംഫർട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മാറ്റ് ഇതെല്ലാം അലക്കിയത് കേട്ടോ. ആ കണിച്ച് പോകണ ആ ടൈമിൽ അലക്കിയ സാധനം ഇപ്പോൾ വരാനായപ്പോഴാണ് വീണ്ടും അലക്കുന്നത്. ഇങ്ങനെ നല്ല ബാത്റൂം എല്ലാം കഴുകി ക്ലീൻ ചെയ്തു. എന്താ ഞാൻ നേരത്തെ കാണിച്ച ഇവിടെ ഈ ഒരു ഓർഗനൈസർ ഒക്കെ ഫുൾ അറേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ ഫുൾ എംപ്റ്റി ആക്കിയിട്ടിരിക്കാം. എന്നാൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ കാലിയാക്കിയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ലിച്ചിൻ്റെ മൈക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. മയൂപ്പി എന്താ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കേട്ടോ. എന്താ ഇതിൽ ഈ ഒരു ബോക്സിൽ ലിച്ചിൻ്റെ ക്യാപ്സാണ് കേട്ടോ. ഉപയോഗിച്ചിരുന്ന ക്യാപ്പുകളാണ്. പിന്നെന്താ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് അങ്ങോട്ട് തന്നെ വരാം.